പ്രവർത്തകരുടെ ആവേശം അണപൊട്ടിയ കൊട്ടിക്കലാശത്തിനാണ് ആലപ്പുഴയും സാക്ഷ്യം വഹിച്ചത്. നഗരസഭകളിലും ഗ്രാമപഞ്ചായത്തുകളിലും വാർഡുകളിലെ റോഡ് ഷോകൾക്ക് ശേഷമാണ് സ്ഥാനാർത്ഥികൾ വിവിധ ഇടങ്ങളിൽ ഒന്നിച്ചത്. NDAയുടെ കൊട്ടിക്കലാശം ഇക്കുറി ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു. NDAയ്ക്ക് പിന്തുണയുമായി ആവേശത്തോടെ രംഗത്തിറങ്ങിയതിൽ കൂടുതലും വനിതകളായിരുന്നു. ആലപ്പുഴ ജില്ലയിലെ 6 നഗരസഭകളിലും 72 പഞ്ചായത്തുകളിലും ഓരോ മുന്നണികളും അവരുടെ ശക്തി പ്രകടനമായി കലാശക്കൊട്ട് മാറ്റുകയായിരുന്നു. NDA സ്ഥാനാർത്ഥികൾ അതാത് വാർഡുകൾ കേന്ദ്രീകരിച്ച് റോഡ് ഷോകൾ സംഘടിപ്പിച്ച ശേഷമാണ് കൊട്ടിക്കലാശത്തിലേക്ക് കടന്നത്. വാർഡിന്റെ എല്ലാ കോണിലും റോഡ് ഷോയുമായി എത്തിയപ്പോൾ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചത് മികച്ച സ്വീകരണം. തികഞ്ഞ വിജയപ്രതീക്ഷയുണ്ട്. ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും നിർണായക ശക്തിയായിട്ട് BJP ഈ തെരഞ്ഞെടുപ്പോടുകൂടി മാറും. തുടർച്ചയായിട്ട് 2 തവണ ഈ വാർഡ് ഭരിക്കുന്നതും BJP ആണ്. അതിന്റെ തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. വികസന പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ തികഞ്ഞ ആത്മവിശ്വാസത്തിന്റെ പ്രവർത്തനത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത്. ആലപ്പുഴ പാലസ് വാർഡിലെ NDA സ്ഥാനാർത്ഥിയുടെ കൊട്ടിക്കലാശം സ്ഥാനാർത്ഥിയും പ്രവർത്തകരും പാട്ടുകൾ പാടി വോട്ട് ചോദിച്ചുകൊണ്ടുള്ള വ്യത്യസ്ത രീതിയിലായിരുന്നു. ഇന്ത്യ സ്വപ്ന ശോഭയാർന്നുദിക്കുമീ ദിനങ്ങളിൽ പങ്കുചേർന്നു നേടിടാം നമുക്ക് നല്ല നാളുകൾ. പൊൻതാമരയ്ക്ക് വോട്ട് നൽകി നമ്മൾ ഒത്തുചേർന്നിടാം. ഈ ജനപദത്തിൻ വിജയത്തിൻ ഗാഥയൊന്നു ചേർത്തിടാം. പ്രിയരേ എന്നാമമാണ് അർച്ചന. അതിൻ്റെ വരികൾ എഴുതിയത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്, രംഗനാഥ് സണ്ണാവി. മ്യൂസിക് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഫെഫ്കയുടെ ട്രഷററായിട്ടുള്ള അനിൽ ഗോപാലനാണ്. പിന്നെ പാടിയത് ഞാൻ തന്നെയാണ്. അത് ജനഹൃദയങ്ങളിൽ കൊച്ചുകുട്ടികൾ മുതൽ ഇപ്പോൾ എന്നെ കാണുമ്പോഴത്തേക്ക് അർച്ചന ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഓടി വരുന്നുണ്ട്. അപ്പോൾ അത് അതിൻ്റെതായിട്ടുള്ള ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെയാണ്. അതും തെരഞ്ഞെടുപ്പിൽ പ്രയോജനം ചെയ്യുമെന്ന് പിന്നെ വളരെയധികം നല്ലവണ്ണം പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അത് ജില്ലയിലുടനീളം പരസ്യപ്രചാരണത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള കൊട്ടിക്കലാശം ആവേശം നിറയ്ക്കുന്നതായിരുന്നു. മുനിസിപ്പാലിറ്റിയിലും 15 സീറ്റിലധികം BJP പ്രവർത്തകർ പിടിച്ചിരിക്കും. അത് മോദി സർക്കാരിന് വേണ്ടി, നമ്മുടെ ശബരിമല അയ്യപ്പന് വേണ്ടി പിടിച്ചിരിക്കും എന്നുള്ളത് സത്യം. ജനഹിതം രേഖപ്പെടുത്താൻ ഇനി ശേഷിക്കുന്നത് ഒരു ദിവസം മാത്രം. അതിനു മുന്നോടിയായുള്ള നിശബ്ദ പ്രചരണവും കരുനീക്കങ്ങളുമാകും വിധി നിർണയത്തിൽ നിർണായകമാവുക. അതിൽ ഓരോ മുന്നണികളും അവസാന അടവുകൾ പയറ്റാനൊരുങ്ങുമ്പോൾ കൊട്ടിക്കലാശത്തിനു ശേഷവും തെരഞ്ഞെടുപ്പ് ആവേശം ഉയരുകയാണ്. ജനം, ആലപ്പുഴ.